നമസ്കാരം. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സിൽ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അതിൽ പിന്നെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കുകയാണ്. സംസ്ഥാന സർക്കാർ അക്കൗണ്ടിംഗ് മേഖലയിൽ അതിൻ്റെ അക്കൗണ്ടിംഗ് മേഖലയിലുള്ള എൻഡ് പ്രൊഡക്ട്സ്, അതായത് അന്തിമ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. അപ്പോൾ അക്കൗണ്ടിങ് കഴിഞ്ഞാൽ അതിൻ്റെ എൻഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പ്രതിമാസ അക്കൗണ്ടുകളും വാർഷിക അക്കൗണ്ടുകളുമാണ് അതിൻ്റെ എൻഡ് പ്രോഡക്ട്സ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. ഒരു സർക്കാർ കമ്പനി എന്നത് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ചേർന്ന് പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ എത്ര ശതമാനത്തിൽ കുറയാത്ത ഓഹരി കൈവശം വെച്ചിരിക്കുന്നതാണ്? നമുക്കറിയാം, ഒരു സർക്കാർ കമ്പനി എന്ന് പറയണമെങ്കിൽ സർക്കാരിന്റെ കയ്യിൽ ആ കമ്പനിയുടെ 51% ഓഹരികളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സർക്കാർ കമ്പനി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മിനിമം 51%, അതായത് ഭൂരിപക്ഷം വേണം എന്നർത്ഥം. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ എല്ലാ ഗവൺമെന്റുകളുടെയും അക്കൗണ്ടുകൾ പൊതുവായതും താരതമ്യം ചെയ്യാവുന്നതുമായ അടിസ്ഥാനത്തിൽ കമ്പൈൻഡ് ഫിനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതായത് സംയോജിത ധനകാര്യ റവന്യൂ അക്കൗണ്ടുകൾ, കമ്പൈൻഡ് ഫിനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ്. അതായത് ഇന്ത്യയിലെ എല്ലാ ഗവൺമെന്റുകളുടെയും അക്കൗണ്ടുകൾ പൊതുവായതും താരതമ്യം ചെയ്യാവുന്നതുമായ അടിസ്ഥാനത്തിൽ കമ്പൈൻഡ് ഫിനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഈ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത് ആരാണ്? അത് തയ്യാറാക്കുന്നത് C&AG ആണ്. C&AG എന്ന് പറഞ്ഞാൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അടുത്ത ചോദ്യം. കമ്പൈൻഡ് ഫിനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ്, സംയോജിത ധനകാര്യ റവന്യൂ അക്കൗണ്ടുകൾ അതത് ഗവൺമെന്റുകളുടെ ധനകാര്യ അക്കൗണ്ടുകളിൽ അടങ്ങിയിരിക്കുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 2 ഭാഗങ്ങളായി തയ്യാറാക്കുന്നു. ആ 2 ഭാഗങ്ങൾ ഏവ എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് കമ്പൈൻഡ് ഫിനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സിനെ അത് അവതരിപ്പിക്കുന്നത് 2 ഭാഗങ്ങളായിട്ടാണ് തയ്യാറാക്കുന്നത്. ആ തയ്യാറാക്കുന്ന 2 ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. അത് ജനറൽ അക്കൗണ്ടുകളും സബ്സിഡിയറി അക്കൗണ്ടുകളുമാണ്. 2 ഭാഗങ്ങൾ ജനറൽ അക്കൗണ്ടുകളും സബ്സിഡിയറി അക്കൗണ്ടുകളും ആണ്. അടുത്ത ചോദ്യം. കമ്പൈൻഡ് ഫിനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ് പ്രധാനമായും തയ്യാറാക്കുന്നത് താഴെ പറയുന്നവയിൽ 3 ഉൾപ്പെടുത്തിയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായത് ഏതാണ്? അത് ഇവിടെ വ്യത്യസ്തമായത് 3 ഞാൻ പറയുന്നില്ല. വ്യത്യസ്തമായെന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം. അത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകളാണ്. അതെന്തിനു വരില്ല? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകൾ കമ്പൈൻഡ് ഫിനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സിൽ വരില്ല. അടുത്ത ചോദ്യം. ഗ്രാന്റ് ഇൻ എയ്ഡ് എന്നത് ഗ്രാന്റികൾക്ക് നൽകുന്ന സംഭാവനയുടെയോ വരിസംഖ്യയുടെയോ സ്വഭാവമുള്ളവയാണ്. അവ എന്താണ്? ഒരു ഗ്രാന്റ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത് സർക്കാർ നൽകുന്ന ഒരു സഹായമാണ്. അത് സംഭാവനയുടെയോ വരിസംഖ്യയുടെയോ സ്വഭാവമുള്ളവയുണ്ട്. അവ എന്താണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ അന്തിമ പേയ്മെന്റുകൾ അല്ലെങ്കിൽ ഫൈനൽ പേയ്മെന്റുകൾ എന്നാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അത് ഒരു വിശദീകരണം വേണ്ട ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫൈനൽ പേയ്മെന്റ് എന്ന് പറയുന്നതെന്ന്. അപ്പം നമുക്ക് ഗ്രാന്റ് ഇൻ എയ്ഡ് ഒന്ന് നോക്കാം. ഈ ഗ്രാന്റ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത് സന്നദ്ധ സംഘടനകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് നൽകുന്ന സാമ്പത്തിക സഹായമാണ്, സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായമാണ് ഈ ഗ്രാന്റ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത്. ഇതിനെ ഫൈനൽ പേയ്മെന്റ് എന്ന് വിളിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തിരികെ നൽകേണ്ട ബാധ്യത
ലഭിക്കുന്നയാളിന് ഇല്ല. ഈ ഗ്രാൻഡിനേഡ് ലഭിക്കുന്നയാള് ആ പണം തിരികെ നൽകേണ്ട ബാധ്യത അയാൾക്കില്ലാത്തത് കൊണ്ടാണ് ഇതിനെ ഫൈനൽ പേയ്മെന്റ് എന്ന് അഥവാ അന്തിമ പേയ്മെന്റുകൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, സംസ്ഥാനത്തിന്റെ കണ്ടിൻജൻസി ഫണ്ടിന്റെ ആകെ തുക നിശ്ചയിക്കാൻ അധികാരം ആർക്കാണ്? സംസ്ഥാനത്തിന്റെ കേട്ടോ, സംസ്ഥാനത്തിന്റെ കണ്ടിൻജൻസി ഫണ്ട് അതിന്റെ ആകെ തുക നിശ്ചയിക്കാൻ അധികാരം ആർക്കാണ് എന്നാണ് ചോദിച്ചത്. അത് നിയമസഭയ്ക്കാണ്. അധികാരം നിയമസഭയ്ക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏകീകൃത ഫണ്ടിൽ നിന്ന്, അതായത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ചാർജ് ചെയ്യാത്ത ചെലവ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഇതിന്റെ ആൻസർ, ചാർജ് ചെയ്യാത്ത ചെലവ് എന്ന് പറയുന്നത് ആൻസർ പ്രധാനമന്ത്രിയുടെ ശമ്പളവും അലവൻസുകളുമാണ്. അപ്പൊ ഈ ചാർജ്ഡ് എന്നും നമ്മൾ വോട്ടഡ് എന്നും രണ്ടായിട്ട് കേട്ടിട്ടുണ്ടാവും. ചാർജ്ഡും വോട്ടഡും. അതിലൊരു എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ചാർജ് ചെയ്യാത്ത ചെലവ് താഴെ പറയുന്നവയിൽ ഏതാണ്? അതിന്റെ ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ശമ്പളവും അലവൻസുകളുമാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചെലവുകൾ, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള ചെലവുകളെ പറ്റി പറയുമ്പോൾ ചാർജ്ഡും ഉണ്ട്, വോട്ടഡും ഉണ്ട്. ഇപ്പൊ ചാർജ്ഡ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി, സുപ്രീം കോടതി ജഡ്ജി, ഇങ്ങനെയുള്ള ഭരണഘടനാപരമായ സ്ഥാനത്തിരിക്കുന്ന ഉന്നതരുടെ ശമ്പളം എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡിലെ ചാർജ്ഡ് എക്സ്പെൻഡിച്ചറിലാണ് വരുന്നത്. അത് പാർലമെന്റ് അനുവദിക്കേണ്ട ആവശ്യമില്ല. കാരണം രാഷ്ട്രപതി, സുപ്രീം കോടതി ജഡ്ജിമാരൊക്കെ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ശമ്പളവും അലവൻസുകളും കൊടുക്കാൻ വേണ്ടി എന്ത് വേണ്ട? പാർലമെന്റിന്റെ അനുമതി, വോട്ടഡ് വേണ്ട. അപ്പോ അത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് താനെ കൊടുക്കേണ്ടതാണ്. അതിന് ലോകസഭ ചേരുകയോ പാർലമെന്റ് ചേരുകയോ നിയമം പാസാക്കുകയോ വോട്ട് ചെയ്യുകയോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് അതിനെ നമ്മൾ ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുക. ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഉന്നതരുടെ ശമ്പളവും അലവൻസുകളും എന്ന് പറയുന്നത് ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ എന്ന ഇതിലാണ് വരുന്നത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ ശമ്പളവും അലവൻസുകളും അത് ചാർജ്ഡിലല്ല വരുന്നത്. അത് പാർലമെന്റ് അനുവദിക്കുന്ന വോട്ടഡ് എക്സ്പെൻഡിച്ചറിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് വോട്ടഡും ചാർജഡും ഉണ്ട്. ഇവിടുത്തെ ചോദ്യം, ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ചാർജ് ചെയ്യാത്ത ചെലവ് എന്ന് പറയും. ഇപ്പൊ ചാർജ് ചെയ്യാത്തത് പ്രധാനമന്ത്രിയുടെയും ശമ്പളവും അലവൻസുകളാണ്. അപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ ശമ്പളവും അലവൻസുകളും പാർലമെന്റ് അനുവദിക്കുന്ന വോട്ടഡ് ചെലവുകളുടെ ഭാഗമാണ്, ചാർജ്ഡ് എക്സ്പെൻഡിച്ചറിന്റെ ഭാഗം അല്ല. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. കേന്ദ്രത്തിലെ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തെ ഏതെങ്കിലും ഓഫീസിലോ വകുപ്പിലോ സൂക്ഷിച്ചിരിക്കുന്ന സ്റ്റോറുകളുടെയും സ്റ്റോക്കുകളുടെയും അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ആ അധികാരം ആർക്കാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനാണ്. അടുത്ത ചോദ്യം, കൊമേഴ്സ്യൽ ഓഡിറ്റിന്റെ എക്സ് ഒഫീഷ്യോ ഡയറക്ടർമാർ ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? അത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കൊമേഴ്സ്യൽ ഓഡിറ്റിംഗിന്റെ എക്സ് ഒഫീഷ്യോ ഡയറക്ടർമാർ ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അല്ലെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ്. അടുത്ത ചോദ്യം, ഒരു സർക്കാർ കമ്പനി എന്നത് ഏതിനാലാണ് നിയന്ത്രിക്കപ്പെടുന്നത്? ഒരു സർക്കാർ കമ്പനി ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയന്ത്രിക്കപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കമ്പനീസ് 1956 കമ്പനീസ് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിയന്ത്രിക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഉൽപാദനക്ഷമമല്ലാത്ത കാര്യങ്ങളുടെ കാര്യത്തിൽ കടം തീർക്കൽ, അതായത് ഉൽപാദനക്ഷമമല്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അൺപ്രൊഡക്റ്റീവ് വർക്ക്സ്,
അതിന്റെ കാര്യത്തില് കടം തീർക്കൽ, അതായത് അമോർട്ടൈസേഷൻ ഓഫ് ഡെപ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ഇതൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. നമ്മളത് ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഉൽപാദനക്ഷമമല്ലാത്ത കാര്യങ്ങളുടെ കാര്യത്തിൽ കടം തീർക്കൽ എന്നതുകൊണ്ട്, അതായത് അമോർട്ടൈസേഷൻ ഓഫ് ഡെപ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന്. അപ്പോൾ അതിൻ്റെ ആൻസർ പ്രത്യേകിച്ച് സിങ്കിങ് ഫണ്ട് വഴി കടം തീർക്കുക. അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കിൻ്റെ അല്ലെങ്കിൽ ഉൽപാദനക്ഷമമല്ലാത്ത കാര്യങ്ങളുടെ കാര്യത്തിൽ ഒരു കടം തീർക്കൽ എന്ന് പറയുന്നത്, അതായത് അമോർട്ടൈസേഷൻ ഓഫ് ഡെപ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു സിങ്കിങ് ഫണ്ട് വഴി കടം തീർക്കുക എന്നാണ്. സിങ്കിങ് ഫണ്ട് വഴി കടം തീർക്കുക. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് ഒരു വിശദീകരണത്തിലൂടെ നമുക്ക് പറയാം. ഇതിലിപ്പോൾ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഭാവിയിൽ തിരിച്ചടയ്ക്കേണ്ട കടം എന്ന് വെച്ചാൽ പബ്ലിക് ഡെപ്റ്റ് കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്നതിനായി ഓരോ വർഷവും ലാഭത്തിൽ നിന്നോ വരുമാനത്തിൽ നിന്നോ ഒരു തുക, നിശ്ചിത തുക മാറ്റിവെച്ചിട്ട് പ്രത്യേകമായി ഒരു ഫണ്ട് സ്വരൂപീകരിക്കുന്നതിനെയാണ് നമ്മൾ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഉൽപാദനക്ഷമമല്ലാത്ത കാര്യങ്ങൾക്കായിട്ട്, ഒരു അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിലൊരു ഉദാഹരണമാണ് യുദ്ധം, അല്ലെ പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള ചെലവുകൾ, അതിൽ നിന്നൊന്നും ഒരു പ്രൊഡക്ഷൻ ഇല്ല. അത്തരം കാര്യങ്ങൾക്കുള്ള ചെലവുകൾ അല്ലെങ്കിൽ എടുത്ത കടങ്ങൾ, അത്തരം ആവശ്യങ്ങൾക്ക്, യുദ്ധാവശ്യത്തിനെടുത്ത യുദ്ധാവശ്യത്തിനെടുത്ത കടം, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള ചെലവുകൾക്ക് വേണ്ടി എടുത്ത കടം, ഇത്തരത്തിലുള്ള കടങ്ങൾ തിരിച്ചടയ്ക്കാൻ വേണ്ടി നമുക്ക് ഈ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്ന രീതി ഫലപ്രദമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ, ഇപ്പം 100 കോടി രൂപയുടെ ഒരു കടം ഇങ്ങനെയുള്ള അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് സർക്കാർ എടുക്കുന്നു. 10 വർഷത്തേക്കാണ് കടമെടുത്തത്. ഈ കടം 10 വർഷം കഴിയുമ്പോൾ ഒറ്റയടിക്ക് തിരിച്ചടയ്ക്കാൻ സർക്കാരിന് വലിയ സാമ്പത്തിക പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? സിങ്കിങ് ഫണ്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിനുവേണ്ടി സർക്കാർ എല്ലാ വർഷവും ഒരു നിശ്ചിത തുക ഈ ഫണ്ടിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഇപ്പോൾ 10 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കേണ്ട ഒരു തുക എന്ന് വെച്ചാൽ ഒരു 10 കോടി രൂപ, ഒരു വർഷം 100 കോടി രൂപ കടമെടുത്താണ് 10 കോടി രൂപ ഈ നിശ്ചിത ഒരു ഫണ്ട് രൂപീകരിച്ച്, സിങ്കിങ് ഫണ്ട് എന്ന രൂപത്തിൽ രൂപീകരിച്ച് അതിൽ നിക്ഷേപിക്കുന്നു. എന്നിട്ട് ഈ തുക വെറുതെ സൂക്ഷിക്കാതെ പലിശ ലഭിക്കുന്ന സുരക്ഷിതമായ സർക്കാരിൻ്റെ സെക്യൂരിറ്റികളിലോ ബോണ്ടുകളിലോ ഒക്കെ നിക്ഷേപിക്കുന്നു. അപ്പോൾ നിക്ഷേപിക്കുന്ന അതിൽ നിന്ന് ലഭിക്കുന്ന പലിശയും ഓരോ വർഷം മാറ്റിവെക്കുന്ന തുകയും കൂടി ചേർന്ന് 10 വർഷം കഴിയുമ്പോഴേക്ക് അത് 100 കോടിയിൽ കൂടുതലുണ്ടാവും. അങ്ങനെ സിങ്കിങ് ഫണ്ട് ഉപയോഗിച്ച് ഈ കടം തിരിച്ചടയ്ക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ മെച്ചം? കടം തിരിച്ചടയ്ക്കേണ്ട സമയത്ത് ഖജനാവിന് ഒറ്റയടിക്ക് കൊടുക്കേണ്ടി വരുന്നില്ല, വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാകുന്നില്ല. ഇതാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അമോർട്ടൈസേഷൻ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, ഉൽപാദനപരമല്ലാത്ത കാര്യങ്ങളിൽ, അതിന് ഞാൻ 2 ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു. യുദ്ധ ചെലവുകൾ, പിന്നെ അതേപോലെ പ്രകൃതി ദുരന്തങ്ങൾക്ക് വേണ്ടി വരുന്ന ചെലവുകൾ, ഇതൊന്നും തന്നെ പ്രൊഡക്റ്റീവ് അല്ല, അൺപ്രൊഡക്റ്റീവാണ്. അത്തരം ചെലവുകൾക്ക് വേണ്ടിയിട്ട് കടമെടുത്താൽ ആ കടം വീട്ടുന്നത് എങ്ങനെ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സിങ്കിങ് ഫണ്ടിലൂടെ കടം വീട്ടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ സിങ്കിങ് ഫണ്ട് എന്താണെന്ന് ഞാൻ പറയുകയും ചെയ്തു. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം പറയാം.
PWD വകുപ്പിൽ പ്രവൃത്തികൾ നടക്കുന്നതിനിടയിൽ ഏത് സാഹചര്യത്തിലാണ് ഒരു സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടത്? PWD വർക്ക് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഒരു സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടത്? അപ്പോൾ എൻ്റെ ആൻസർ എന്താ? അപ്പോൾ ആദ്യം അനുവദിച്ച പ്രകാരം കൃത്യമായി നിർവഹിക്കേണ്ട ജോലികളുമായി നേരിട്ട് ബന്ധമില്ലാത്തതും ജോലി സമയത്ത് അത്യാവശ്യമാണെന്ന് തോന്നുന്നതുമായ ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് അഡീഷണൽ ആയിട്ടുള്ള സാമ്പത്തിക ഫണ്ട് വേണ്ടി വരും. അപ്പോൾ നമ്മൾ സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടതായിട്ട് വരും. ഇനി PWD ഏറ്റെടുക്കുന്ന ജോലികളുടെ കാര്യത്തിൽ കംപ്ലീഷൻ സ്റ്റേറ്റ്മെന്റോ വിശദമായ കംപ്ലീഷൻ റിപ്പോർട്ടോ തയ്യാറാക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? കംപ്ലീഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കംപ്ലീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചത്. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എസ്റ്റിമേറ്റിനേക്കാൾ കൂടുതൽ ചെലവായ തുക പരിശോധിക്കാനും അത് ന്യായമാണെങ്കിൽ മേലധികാരികൾക്ക് അംഗീകാരം നൽകാനും സഹായിക്കും ഇത്തരം റിപ്പോർട്ടുകൾ. എസ്റ്റിമേറ്റിനേക്കാൾ കൂടുതൽ തുക ചെലവായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ കഴിയും. എപ്പോൾ? ഇങ്ങനെ കംപ്ലീഷൻ സ്റ്റേറ്റ്മെന്റോ വിശദമായ കംപ്ലീഷൻ റിപ്പോർട്ടോ തയ്യാറാക്കുമ്പോൾ. അങ്ങനെ എസ്റ്റിമേറ്റിനേക്കാൾ കൂടുതൽ തുക ചെലവായിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാനും മേലധികാരികൾക്ക് വേണ്ടി കഴിയും. എങ്ങനെ കഴിയും? ഇത്തരത്തിൽ കംപ്ലീഷൻ സ്റ്റേറ്റ്മെന്റോ വിശദമായ കംപ്ലീഷൻ റിപ്പോർട്ടോ PWD ജോലികളുടെ തയ്യാറാക്കുമ്പോൾ. ഇനി നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അടുത്ത ചോദ്യം, ചെലവ് സംബന്ധിച്ച ഓഡിറ്റിന്റെ കാര്യക്ഷമത എന്താണ്? ഓഡിറ്റ് കാര്യക്ഷമമാകുന്നത് എപ്പോഴാണ്? നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഓഡിറ്റ് കാര്യക്ഷമമാകുന്നത് എങ്ങനെയാണ്? എൻ്റെ ആൻസർ, എക്സിക്യൂട്ടീവുകൾ വഴി കൃത്യമായ അളവെടുപ്പും രേഖപ്പെടുത്തിയ അളവുകളുടെ കൃത്യതയും ഉറപ്പാക്കണം. നിർമ്മാണ പ്രവർത്തികളെ സംബന്ധിച്ച് അതിൻ്റെ അളവെടുക്കണം, രേഖപ്പെടുത്തിയ അളവുകളുടെ കൃത്യതയും ഉറപ്പാക്കുമ്പോൾ ഓഡിറ്റിന്റെ കാര്യക്ഷമത എന്ന് പറയുന്നത് വർദ്ധിക്കും. കൃത്യമായ കാര്യക്ഷമമായിട്ടായിരിക്കും കാര്യങ്ങൾ നടക്കുക. അടുത്ത ചോദ്യം, പൊതുമരാമത്ത് ചെലവുകളുടെ ഓഡിറ്റ് താഴെ പറയുന്നവയിൽ ഏത് തലത്തിലാണ് വരുന്നത്? അത് ഓഡിറ്റ് 3 തലത്തിൽ വരും. ഒന്ന്, പൊതുമരാമത്ത് ചെലവുകളുടെ ഓഡിറ്റ് 3 തലത്തിലാണ് വരുന്നത്. ഒന്ന്, ഡിവിഷണൽ അക്കൗണ്ട് വഴിയുള്ള ഇന്റേണൽ ചെക്കിങ്, ആന്തരിക പരിശോധന. 2, ഓഡിറ്റ് ഓഫീസിലെ ഓഡിറ്റ്. 3, ഡിവിഷണൽ ഓഫീസിലെ ആനുകാലിക പരിശോധനാ വേളയിലുള്ള ടെസ്റ്റ് ഓഡിറ്റ്. 3 തലങ്ങൾ വഴിയാണ് പൊതുമരാമത്ത് ചെലവുകളുടെ ഓഡിറ്റ് നടക്കുന്നതിൽ കൂടി 3 തലം: ഡിവിഷണൽ അക്കൗണ്ടുകൾ വഴിയുള്ള ഇന്റേണൽ ചെക്ക്, ഓഡിറ്റ് ഓഫീസിലെ ഓഡിറ്റ്, ഡിവിഷണൽ ഓഫീസിലെ ആനുകാലിക പരിശോധനാ വേളയിലുള്ള ടെസ്റ്റ് ഓഡിറ്റ്. അടുത്ത ചോദ്യം, ഗ്രാന്റ് ഇൻ എയ്ഡ് ഉപയോഗിച്ച് നടത്തുന്ന ചെലവുകളുടെ ഓഡിറ്റിന്റെ വ്യാപ്തി എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അപ്പോൾ ഗ്രാന്റ് ഇൻ എയ്ഡിൽ എന്ന് പറയുന്നത് ഗ്രാന്റ് കൊടുക്കുമ്പോൾ അത് നിബന്ധനകൾക്ക് വിധേയമാണോ അതോ നിബന്ധനകൾ ഇല്ലാത്തതാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കുക അതിന്റെ ഓഡിറ്റ്. അതായത് കണ്ടീഷനിലാണോ അൺകണ്ടീഷനിലാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ഗ്രാന്റ് ഇൻ എയ്ഡ് ഉപയോഗിച്ച് നടത്തുന്ന ചെലവുകളുടെ ഓഡിറ്റിന്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ചാർജ്ഡ് ചെലവും വോട്ട് ചെയ്ത ചെലവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞതാണത്. വോട്ട് ചെയ്ത ചെലവ് എന്ന് പറയുന്നത് നിയമസഭ ചർച്ച ചെയ്ത് വോട്ട് ചെയ്ത് അംഗീകരിച്ച ഗ്രാന്റുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ചാർജ്ഡ് ചെലവ് എന്ന് പറഞ്ഞാൽ ഭരണഘടനയിലെ വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അതിന് നിയമസഭയുടെ വോട്ട് ആവശ്യമില്ല. അടുത്ത ചോദ്യം, സ്റ്റോർ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ കൈവശമുള്ള സ്റ്റോക്ക് നിശ്ചയിച്ചിട്ടുള്ള പരമാവധി പരിധിയിൽ കൂടുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് ഓഡിറ്റിന് എന്തുകൊണ്ട് അനിവാര്യമാണ്? ഇപ്പോൾ നമുക്ക് പരമാവധി പരിധിയിൽ കൂടുതൽ സ്റ്റോക്ക് ഉണ്ടാവാൻ പാടില്ല. അത് സ്റ്റോർ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത്. സ്റ്റോക്ക് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള പരിധിക്ക് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അനിവാര്യമാണ് അത്തരത്തിലൊരു ചെക്ക് ചെയ്യേണ്ടത്, ഓഡിറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ചോദ്യം. അപ്പോൾ അത് ആവശ്യത്തിനപ്പുറം സ്റ്റോറുകൾ വാങ്ങിക്കഴിയുമ്പോൾ, അതായത് ആ ക്യാപിറ്റൽ അവിടെ കെട്ടിക്കിടക്കുകയാണ്, മൂലധനം കെട്ടിക്കിടക്കുന്നതിന് കാരണമാകും. ഈ സ്റ്റോറുകൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടി, അത് പണമാണ്,
ആ പണം അവിടെ ഒരാവശ്യമില്ലാതെ കെട്ടിക്കിടക്കാണ്. അപ്പോൾ അതേസമയത്ത് ആവശ്യത്തിനുള്ള സ്റ്റോറുകളാ വാങ്ങിയെങ്കിൽ അത് യഥാകാലങ്ങളിൽ ഉപയോഗിച്ച് തീരും. ഇവിടെ അത് ഉണ്ടാവില്ല. ആവശ്യത്തിൽ കൂടുതൽ വാങ്ങിയാൽ ഒന്നുകിൽ അത് കുറെ കാലം കെട്ടിക്കിടന്ന് അത് പണമാണ്, അത് നശിച്ചു പോകും. അതുകൊണ്ടാണ് പിന്നെ അത് അത്യാവശ്യമല്ലെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഓഡിറ്റ് ബോർഡ് എന്നത് എന്തിനു വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഓഡിറ്റ് ബോർഡ് രൂപീകരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഓഡിറ്റ് ബോർഡ് എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായിട്ടാണ് എന്ത് ഓഡിറ്റ് ബോർഡ് എന്ന് പറയുന്നത്. ഓഡിറ്റ് ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത് പൊതുവെ പബ്ലിക് എന്റർപ്രൈസസിന്റെ വർക്ക്, അതായത് പ്രവർത്തനം വിലയിരുത്താൻ വേണ്ടിയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് എന്ത് ഈ ഓഡിറ്റ് ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത്. ഒരു അടുത്ത ചോദ്യം, മറ്റുള്ളവർ എടുക്കുന്ന വായ്പകൾക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകുമ്പോൾ അത്തരം ഗ്യാരണ്ടികൾക്ക് പറയുന്ന പേരെന്താണ്? ശ്രദ്ധിക്കുക, മറ്റുള്ളവർ എടുക്കുന്ന വായ്പകൾക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകുമ്പോൾ അത്തരം ഗ്യാരണ്ടികൾ എന്താണ് സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം, കുറച്ച് കാലം മുമ്പ് ബാങ്കിൽ വഴി HBA കൊടുക്കുമായിരുന്നു. കൊടുക്കുന്നത് ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് കൊടുക്കുന്നത് ബാങ്കാണ്. അപ്പോൾ സർക്കാർ നേരിട്ടല്ല. ബാങ്കും സർക്കാരും തമ്മിലൊരു ധാരണയുണ്ട്. പലിശ എത്രയായിരിക്കണം എന്നൊക്കെ തീരുമാനിച്ചൊരു ധാരണയുണ്ട്. അങ്ങനെ ബാങ്ക് ഈ ജീവനക്കാരന് ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ്, വീട് നിർമ്മിക്കാനുള്ള കടം കൊടുക്കും. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ സർക്കാർ എന്ത് ചെയ്യും? ഗ്യാരണ്ടി ആയിട്ട് നിൽക്കും. ഈ ഈ ജീവനക്കാരന് ബാങ്ക് കൊടുക്കുന്ന ലോണിന് ഗ്യാരണ്ടി ആയിട്ട് സർക്കാർ നിൽക്കും. അപ്പോൾ അത്തരം ഗ്യാരണ്ടികൾക്ക് പറയുന്ന പേരെന്താണെന്നാ ചോദിച്ച്. അതിന് ഫിഡിലിറ്റി ഗ്യാരണ്ടി എന്നാണ് പറയുക. അത്തരത്തിലുള്ള സർക്കാരിന്റെ ഗ്യാരണ്ടികൾക്ക് ഫിഡിലിറ്റി ഗ്യാരണ്ടി എന്നാണ് പറയുക. അടുത്ത ചോദ്യം, ഡിവിഷണൽ ഓഫീസർ PWD ഡിവിഷണൽ ഓഫീസർ സബ് ഡിവിഷനുകളിൽ സൂക്ഷിക്കുന്ന അക്കൗണ്ടുകൾക്ക് പുറമെ സൂക്ഷിക്കേണ്ട പ്രധാന അക്കൗണ്ടുകൾ ഏതെല്ലാമാണ്? ഡിവിഷണൽ ഓഫീസറാണ് PWDയുടെ. അപ്പോൾ അദ്ദേഹം സൂക്ഷിക്കേണ്ട അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് രജിസ്റ്റർ ഓഫ് വർക്ക്സ്, ട്രാൻസ്ഫർ എൻട്രി ബുക്ക്, കോൺട്രാക്ടേഴ്സ് ലെഡ്ജർ ആൻഡ് പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജർ. ഇത്രയും അക്കൗണ്ടുകൾ സൂക്ഷിക്കണം. രജിസ്റ്റർ ഓഫ് വർക്ക്സ്, ട്രാൻസ്ഫർ എൻട്രി ബുക്ക്, കോൺട്രാക്ടേഴ്സ് ലെഡ്ജർ ആൻഡ് പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജർ. ഇത്രയും അക്കൗണ്ടുകൾ PWDയുടെ ഡിവിഷണൽ ഓഫീസർ സൂക്ഷിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജറിൽ വരവുകൾ എവിടെ നിന്നാണ് രേഖപ്പെടുത്തുന്നത്? ചെലവുകൾ എവിടെ നിന്നാണ് രേഖപ്പെടുത്തുന്നത്? അപ്പം നമുക്ക് ഈ പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജർ ഒന്ന് നോക്കാം. പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഒന്ന് പരിശോധിക്കാം നമുക്ക്. അപ്പോൾ ഈ പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജർ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ബിസിനസ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് അഥവാ ഇൻവെന്ററി കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാന രേഖയാണ്. അതിൽ സ്റ്റോറിലെ സാധനങ്ങളുടെ അളവും അവയുടെ വിലയും കൃത്യമായി രേഖപ്പെടുത്താൻ വേണ്ടി സഹായിക്കും. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ സ്റ്റോറിലേക്ക് വരുന്ന സാധനങ്ങൾ, അതായത് റെസീറ്റ്, അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന സാധനങ്ങൾ ഇഷ്യൂസ്, സ്റ്റോക്കിലുള്ള ബാക്കി സാധനങ്ങൾ ബാലൻസ് എന്നിവയുടെ അളവും വിലയും കാണിക്കുന്ന ലെഡ്ജറാണ് പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോറിലേക്ക് വരുന്ന സാധനങ്ങൾ, അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന സാധനങ്ങൾ, സ്റ്റോറിൽ ബാക്കിയുള്ള സാധനങ്ങൾ എന്നിവയുടെ അളവും ഉണ്ടാവും, ക്വാണ്ടിറ്റി ഉണ്ടാവും, പ്രൈസും ഉണ്ടാവും. ഇപ്പോൾ ഓരോ സാധനത്തിനും പ്രത്യേക പേജുകൾ ഇതിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇനി അതിൽ വരവിനെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും? സാധനം ലഭിച്ച തീയതി ഉണ്ടാവും, അത് എത്ര സാധനം ലഭിച്ചെന്നുണ്ടാവും, ഒരു യൂണിറ്റിന്റെ വില എത്രയാണെന്നുണ്ടാവും, ആകെ തുക എത്രയാണെന്നൊക്കെ ഈ റെസീറ്റിലുണ്ടാവും.
പിന്നെ ചെലവ് ചെയ്തതിൽ ഇഷ്യൂസിൽ സാധനം നൽകിയ തീയതി, അളവ് എത്രയാണ്, ഒരു യൂണിറ്റിന്റെ വില എത്രയാണ്, അതിലെത്ര ആകത്തുക എത്രയുണ്ട്, ബാലൻസ് കൈവശമുള്ള സാധനങ്ങളുടെ അളവ്, ഒരു യൂണിറ്റ് അളവ്, ആകെ മൂല്യം. ഇതെന്തിനാണെന്ന് വെച്ചാൽ സ്റ്റോറിൽ ഇങ്ങനെ ഒരു പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജർ സൂക്ഷിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോറിൽ എത്ര സാധനമുണ്ട്, ഏത് സാധനമാണ് തീരാറായത് എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജർ. നമ്മളിവിടെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ പഠിക്കുന്നതിനെ സംബന്ധിച്ച് ഇത് പ്രത്യേകിച്ച് PWDയിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത്. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വില നിർണ്ണയിക്കാനും പറ്റുന്നുണ്ട് കൃത്യമായിട്ട്. അതായത് സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ ഉൽപ്പാദന വിഭാഗത്തിലേക്കോ മറ്റാവശ്യങ്ങൾക്കോ നൽകുമ്പോൾ അവയുടെ വില കൃത്യമായി കണക്കാക്കാൻ വേണ്ടി ഇത് സഹായിക്കും. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജർ, അതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അടുത്ത ചോദ്യം. പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ PWD പല ശാഖകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. താഴെ പറയുന്നതിന്റെ കീഴിൽ വരാത്തത്, അതിന്റെ കീഴിൽ വരാത്ത ഒരെണ്ണം ഇവിടെ ചോദിച്ചത്. അത് ഇവിടെ നോക്കുമ്പോൾ ഫിനാൻസ് ആണ്. ഫിനാൻസ് PWDയുടെ കീഴിൽ വരുന്ന ഒന്നല്ല. അടുത്ത ചോദ്യം. ജോലികൾക്കായി ദിവസവും നിയമിക്കുന്ന തൊഴിലാളികളുടെ പട്ടിക അല്ലെങ്കിൽ ഒരു നാമമാത്രമായ ലിസ്റ്റ് പൊതുവെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ജോലികൾക്കായിട്ട് ദിവസവും നിയമിക്കുന്ന തൊഴിലാളികളുടെ പട്ടികയാണ് നമ്മൾ മസ്റ്റർ റോൾ എന്ന് പറയുന്നത്. ജോലികൾക്കായിട്ട് ദിവസവും നിയമിക്കുന്ന തൊഴിലാളികളുടെ പട്ടികയാണ് മസ്റ്റർ റോൾ. അടുത്ത ചോദ്യം. ടെക്നിക്കൽ സാങ്ഷൻ എന്ന പദം, TS, നമ്മൾ TS AS എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ TS അഥവാ ടെക്നിക്കൽ സാങ്ഷൻ എന്ന പദം ഏത് വകുപ്പിലാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്? അത് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് PWD ആണ്. അടുത്ത ചോദ്യം. സഹായം ആവശ്യമുള്ള സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയുടെ ഡാഷിൽ നിന്നാണ് റവന്യൂ ഗ്രാന്റുകൾ നൽകേണ്ടത്. സഹായം ആവശ്യമുള്ള സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിൽ എവിടുന്ന ഗ്രാന്റ് നൽകുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് ഗ്രാന്റുകൾ നൽകേണ്ടത്. ഒരു ഗ്രാന്റിനെതിരായ ചെലവുകളുടെ പുരോഗതി നിരീക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഗ്രാന്റിന്റെ ചെലവുകൾ നിരീക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എക്സിക്യൂട്ടീവിനാണ്. മറ്റൊരു ചോദ്യം. പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജർ, നമ്മൾ പറഞ്ഞതായി ഇപ്പോൾ പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജറിനെ കുറിച്ച്. ആ ലെഡ്ജറിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് എവിടെ നിന്നാണ്? അപ്പോൾ അതിൽ നമ്മൾ വന്ന സ്റ്റോറുകൾ വന്നതുണ്ടാവും, ചെലവായതുണ്ടാവും, ബാലൻസ് ഉണ്ടാവും. അപ്പോൾ എവിടുന്ന ഇതിലേക്ക് വരുന്ന രേഖകൾ എങ്ങനെയാണ് ഇതിൽ രേഖപ്പെടുത്തുന്നത്? അത് ഗുഡ്സ് റെസീവ്ഡ് ഷീറ്റുകളിൽ നിന്നും ഇൻഡന്റുകളിൽ നിന്നും. നമുക്ക് ഗുഡ്സ് റെസീവ്ഡ് ഉണ്ടാവും, നമുക്ക് സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഗുഡ്സ് റെസീവ്ഡ് ഷീറ്റുകൾ ഉണ്ടാവും, അതിൽ നിന്ന് ആ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ നമ്മൾ കൊടുത്ത ഇൻഡന്റ് ഉണ്ടാവും. സാധനങ്ങൾക്കുള്ള ഓർഡർ കൊടുക്കുമ്പോൾ നമ്മൾ ഇൻഡന്റ് കൊടുക്കുക എന്നാണ് പറയുന്നത്. ആ ഇൻഡന്റിലും ഇതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിൽ നിന്നാണ് നമ്മൾ ഈ പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജറിലേക്ക് കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത്. അടുത്ത ചോദ്യം. സർക്കാർ കമ്പനികൾ ഏത് നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്? അത് കമ്പനീസ് ആക്ട് പ്രകാരമാണ്. നിർദ്ദേശങ്ങൾ ഒരു ചോദ്യമാണ്. നിർദ്ദേശങ്ങൾ ഘടനാപരമായി സുരക്ഷിതമാണെന്നും കണക്കുകൾ കൃത്യമായി കണക്കാക്കപ്പെട്ടതും മതിയായ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ഉറപ്പു നൽകുന്ന എസ്റ്റിമേറ്റിന്റെ അനുമതിയെ എന്തു വിളിക്കുന്നു? നിർദ്ദേശങ്ങൾ ഘടനാപരമായി സുരക്ഷിതമാണെന്നും കണക്കുകൾ കൃത്യമായി കണക്കാക്കപ്പെട്ടതും മതിയായ വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഉള്ളതാണെന്നും ഉറപ്പു നൽകുന്ന എസ്റ്റിമേറ്റിന്റെ അനുമതിയെ തന്നെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരമായി. അതിനാണ് നമ്മൾ ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ഗ്രാന്റിക്ക്, അതായത് ഗ്രാന്റ് കിട്ടുന്ന ആളിന് സ്വന്തമായി ആസ്തികൾ സൃഷ്ടിക്കുന്നതിനായി പ്രാദേശിക ബോഡികൾക്ക് സർക്കാർ നൽകുന്ന ഗ്രാന്റിനേഡ് വഴിയുള്ള ചെലവിനെ
അത് സർക്കാരിൻ്റെ ഏത് ചെലവായിട്ടാണ് കാണുന്നതെന്നാണ്. അത് സർക്കാരിൻ്റെ ഗ്രാൻഡിനേഡ് ചെലവെന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ റവന്യൂ ചെലവാണ്. സിമ്പിളായിട്ട് ചോദ്യം ഇത്രയേ ഉള്ളൂ. സർക്കാർ കൊടുക്കുന്ന ഗ്രാൻഡിനേഡ് അത് ആ ചെലവിനെ സർക്കാർ എങ്ങനെയായിട്ടാണ് കണക്കാക്കുന്നത്? അത് സർക്കാരിൻ്റെ റവന്യൂ എക്സ്പെൻഡിച്ചറാണ്, റവന്യൂ ചെലവാണ്. PWD ഓഫീസിൽ, ഡിവിഷണൽ ഓഫീസിലെ പ്രാഥമിക അക്കൗണ്ടുകൾ തയ്യാറാക്കാനും പരിശോധിക്കാനും ക്രോഡീകരിക്കാനും ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്? പ്രാഥമിക അക്കൗണ്ടുകളും അത് പരിശോധിക്കാനും ക്രോഡീകരിക്കാനും ഒക്കെ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനാണ് ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. PWD, അടുത്ത ചോദ്യം, PWD ഡിവിഷണൽ ഓഫീസിലെ സ്റ്റോറുകളുടെ മൂല്യവും എണ്ണവും രേഖപ്പെടുത്തുന്നതിനെ എന്ത് വിളിക്കുന്നു? സ്റ്റോറുകളുടെ മൂല്യവും എണ്ണവും രേഖപ്പെടുത്തുന്ന ആ ഒരു രജിസ്റ്ററാണ് പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജർ. നമ്മളിപ്പോൾ പറഞ്ഞതാണത്, വിശദീകരിച്ചതാണ് എന്താണ് പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ. അത് PWDയിലുള്ള PWDയിലെ ഓഫീസിലുള്ള സ്റ്റോറുകളുടെ മൂല്യവും അതിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ പ്രൈസും രേഖപ്പെടുത്തുന്ന, സ്റ്റോറുകളുടെ പ്രൈസും ക്വാണ്ടിറ്റിയും രേഖപ്പെടുത്തുന്ന ഒരു ലെഡ്ജറാണ് പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജർ. അടുത്ത ചോദ്യം, ഗ്രാൻഡ് ഇൻ എയ്ഡ് ഓഡിറ്റ് ചെയ്യാൻ, അതായത് 1971 ഏത് സെക്ഷൻ പ്രകാരമാണ് ഗ്രാൻഡ് ഇൻ എയ്ഡ് ഓഡിറ്റ് ചെയ്യാൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് അധികാരം നൽകിയിരിക്കുന്നത്? ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 15 പ്രകാരമാണ്. 1971 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പവേഴ്സ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആക്ടിലെ 15 സെക്ഷൻ 15ലാണ് CAGക്ക് ആ അധികാരം നൽകിയിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, ഡിപ്പാർട്ട്മെന്റൽ കൊമേഴ്സ്യൽ അണ്ടർടേക്കിങ്ങിന്റെ കാര്യത്തിൽ കൊമേഴ്സ്യൽ അക്കൗണ്ടിങ് ഏർപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? അത്തരത്തിൽ കൊമേഴ്സ്യൽ അക്കൗണ്ടിങ് ഏർപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം അക്കൗണ്ടന്റ് ജനറലിനാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ എക്സ്പ്ലനേഷൻ വേണ്ട ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഏതെങ്കിലും കണ്ടന്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ മതിയാവും. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പിന്നീട് തരുന്നതാണ്. ഓക്കെ, ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.